ഇന്ന് നമുക്ക് സെറ്റ് സാരീസിൻ്റെ ഒരു കളക്ഷനാണ് കാണിക്കുന്നത്. സെറ്റ് സാരിയും അതിന് ചേരുന്ന കുറച്ച് ബ്ലൗസിൻ്റെയും കൂടെ. അപ്പോൾ അതിനകത്ത് ഓൾറെഡി സാരിയിൽ ബ്ലൗസ് ഉണ്ട്. പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടെ എടുക്കാൻ പാകത്തിനുള്ള ബ്ലൗസും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിരിക്കുന്ന സെറ്റ് സാരീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓർഡർ നമ്മൾ നമ്മുടെ വാട്സപ്പ് ത്രൂ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് ഏതൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സാരീസ് കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ഫെബ്രുവരി മാസത്തെ യൂട്യൂബിലുള്ള വിന്നേഴ്സിനെയാണ് ഇന്ന് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ 3 പേരെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ശ്രീലത ലതയാണ് ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത്. സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് ശ്രീനീഷ ശ്രീധരൻ. തേർഡ് വിന്നർ ബീന മാത്യു. ഈ 3 പേരെയാണ് ഈ ഫെബ്രുവരിയിലെ വിന്നറായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നമ്മൾ ഗിഫ്റ്റ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലാ മാസവും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അത് വിന്നറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ പിന്നെ നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. നമ്മൾ എല്ലാ മാസവും നറുക്കിട്ട് ഇങ്ങനെ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നറാകുക. താങ്ക് യു. ഫസ്റ്റ് വന്നിരിക്കുന്ന ഗോൾഡൻ ടിഷ്യൂവിൽ ഇതേപോലെ ഒരു പീക്കോക്കിൻ്റെ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1450 പീക്കോക്കിൻ്റെ ഒരു ബ്ലോക്ക് പ്രിൻറ്റ്. അതിനകത്തൊരു നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് അത് വന്നിരിക്കുന്നത്. ഗോൾഡൻ ടിഷ്യൂ ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ടിഷ്യൂവിൻ്റെ സാധാരണ പോലെയല്ല, നല്ല ഒതുങ്ങി കിടക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിനകത്ത് സെയിം ഈ ടിഷ്യൂവിൻ്റെ തന്നെ ബ്ലൗസ് വരുന്നുണ്ട്. ടിഷ്യൂവിൽ സൈഡിൽ ഇതേപോലെ ബോർഡർ വരുന്ന ബ്ലൗസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് കോൺട്രാസ്റ്റിലുള്ള ബ്ലൗസ് വേണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഇതൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ്, ഇതൊരു ബ്രൗൺ ഷെയ്ഡ്. ഈ ബ്രൗൺ ഷെയ്ഡ് ഇത് ത്രെഡ് വീവാണ് ഇതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്തിടണമെങ്കിൽ ഇങ്ങനെ കോൺട്രാസ്റ്റ് ചെയ്ത് ഇടുകയും ചെയ്യാം കേട്ടോ. ഇത് കോട്ടണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസസ് ആണ്. അടുത്തത് വന്നിരിക്കുന്നത് കോട്ടൺ, അതായത് പീക്കോക്കിൻ്റെ തന്നെ കോട്ടൺ സാരി കോട്ടൺ ആണ്. അതിനകത്ത് പീക്കോക്ക് ബ്ലോക്ക് പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1090, 1090 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. ഇതിനകത്തും നമുക്ക് സെയിം വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ്. ഇതിനകത്തും വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാത്തിനകത്തും നമുക്ക് ഈ ബ്ലൗസ് പ്ലെയിൻ എന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു കര വരുന്ന ബ്ലൗസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡിസൈൻ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല, ബ്ലൗസിൽ ഡിസൈൻ ഇല്ല കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ ആണ്. പീക്കോക്ക് നല്ല ബ്യൂട്ടിഫുൾ. ഇത് കോട്ടൺ ആണ് കേട്ടോ, സാരി കോട്ടൺ ആണ്. അതിനകത്തും വേണമെങ്കിൽ നമുക്കിത് ഈ ഒരു ബ്ലൗസ് ഇങ്ങനെ പെയർ ചെയ്യാം. ഇത് കണ്ടോ, ഈ ഒരു ബ്ലൗസ് പെയർ ചെയ്യാം. നമുക്കപ്പോൾ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാം. അടുത്തത് വന്നിരിക്കുന്നതും നമ്മൾ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന സാരി. അതും ഒരു പീക്കോക്കിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് കോട്ടണിൽ. അതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് സിൽവർ കരയാട്ടോ അതിന് വന്നിരിക്കുന്നത്. ഇതേപോലെയാണ് സാരി വന്നിരിക്കുന്നത്. മുന്താണിയിലും ബോർഡറിലും ഇതേപോലെ. നമ്മൾ ആ ഫ്രണ്ടിൽ ഇടുന്ന പോർഷനിൽ ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1180. ഇത് നല്ല കോട്ടണിൽ വന്നിരിക്കുന്നതാണ്, കോട്ടൺ. ഇതിനകത്ത് നമുക്ക് ഇതേപോലെ ഈ പിങ്ക് ടോണിൽ വന്നിരിക്കുന്ന ബ്ലൗസ് നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനകത്ത് സെയിം ബ്ലൗസ് ഉണ്ട്. ഈ സ്ലീവ് ആൻഡ് ബോർഡർ ഈ സിൽവർ വരുന്ന സെയിം ബ്ലൗസ് ഇതിനകത്തുണ്ട്. അല്ല വേണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കോൺട്രാസ്റ്റിൽ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം. അടുത്തത് വരുന്നത് ഇതൊരു അതായത് ഒരു റോയൽ ബ്ലൂ ആ ഒരു ഷെയ്ഡിലാട്ടോ. അതിനകത്ത് ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ പോൾക്ക ഡോട്ട്സ് കൊടുത്തിരിക്കുകയാണ്. ഇതേപോലെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ ഉണ്ടോ ഉള്ളിൽ ഇതേപോലെ നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ ലോവർ പോർഷനിലൊക്കെയാണ്
പോൾക്ക ഡോട്ട്സ് വന്നിരിക്കുന്നത്. ഇതൊരു റോയൽ ബ്ലൂ ഷെയ്ഡാട്ടോ സാരിയിൽ കര വന്നിരിക്കുന്നത്. എന്നിട്ട് ബ്ലാക്ക് ആൻഡ് റോയൽ ബ്ലൂവിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതൊരു സത്യം പറഞ്ഞാൽ ഇത് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ്. അപ്പം നമുക്കിത് ഇട്ടാൽ മാച്ചിങ് ആണ്. പക്ഷേ എന്ന് വെച്ചാൽ എക്സാക്റ്റ് കളറാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാക്റ്റ് കളറല്ല. പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൃത്തികേടൊന്നുമില്ല. ഒരു മാച്ചിങ് കളർ തന്നെയാണ്, ഇതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന കളർ തന്നെയാണ്. അടുത്തത് വന്നിരിക്കുന്നത് ഇതും കോട്ടണിൽ നേവി ബ്ലൂ വിത്ത് സിൽവർ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 890. കോട്ടണിലാണ് നേവി ബ്ലൂ വിത്ത് സിൽവർ. അതിന് ഈ ബ്ലൗസ് എക്സാക്റ്റ് മാച്ചിങ് ആണ്, നേവി ബ്ലൂ വിത്ത് സിൽവർ. അതും കൂടെ തന്നേടാ, നേവി ബ്ലൂ ഇതിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാം. അല്ലെങ്കിൽ ഇത് നേവി ബ്ലൂ. ഈ നേവി ബ്ലൂവിനേക്കാളും എനിക്കൊന്നുകൂടെ മാച്ചായിട്ട് തോന്നുന്ന ഇതാട്ടോ. ഇത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ. അതും കൂടെ കാണിച്ചേ. 3 ടൈപ്പ് ഉണ്ട്. ഇത് വേറൊരു നേവി ബ്ലൂ. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ ബ്ലൗസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ. ഇതുണ്ട്, ഇതുമുണ്ട്. അടുത്തത് വരുന്നത് ഒരു 1480 ഗോൾഡൻ ടിഷ്യൂ. അതിനകത്ത് ബ്ലാക്ക് ആൻഡ് ഗോൾഡനിലുള്ള ത്രെഡ് വീവ് എംബ്രോയിഡറി ഡിസൈനാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഗോൾഡനിൽ വരുന്ന എംബ്രോയിഡറി ഡിസൈൻ. അത് വേണ്ട. ഇതിനകത്തും വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം പാറ്റേണിൽ തന്നെ വരുന്ന വിത്ത് ബ്ലൗസ്. ഇത് നല്ല സോഫ്റ്റ് ടിഷ്യൂ ആട്ടോ. ഗോൾഡൻ ടിഷ്യൂ ആണ്, സോഫ്റ്റ് ടിഷ്യൂ മെറ്റീരിയലാണ്. പ്യുർ ഗോൾഡൻ ആ ഒരു ഷെയ്ഡ്. ഇപ്പോഴാട്ടോ കറക്റ്റ് കളറ്. അടുത്തത് വരുന്നത് എഗെയിൻ ഒരു പീകോക്കിൻ്റെ. ഇതും ടിഷ്യൂവിൽ തന്നെ വന്നിരിക്കുന്നതാണ്. മെറ്റീരിയൽ ടിഷ്യൂ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1450. മെറ്റീരിയൽ നല്ല ഒതുങ്ങി കിടക്കുന്ന ടിഷ്യൂ ആട്ടോ. അതിനകത്തിങ്ങനെ പീകോക്കിൻ്റെ ഒരു പീകോക്കിൻ്റെ ബ്ലോക്ക് പ്രിൻ്റ് വന്നിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ബ്ലൗസ് പെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ബ്ലൗസ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്യണമെങ്കിൽ ഇത് പെയർ ചെയ്യാം. ഇതൊക്കെ കറക്റ്റ് മാച്ചിങ് ആണ് കേട്ടോ. ചെറിയൊരു ഡിഫറൻസ് ഉള്ളത് ഞാൻ പറഞ്ഞേക്കാമേ. ഉണ്ടോ? ഇത് നല്ല എക്സാക്റ്റ് ഇതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ബ്ലൗസ്. ഗ്രീനും കൊണ്ട് വന്നേരാം. ഗ്രീനിൻ്റെ ഇനി വേറെ ഇല്ലല്ലോ അല്ലേ. ഇതും ഗോൾഡൻ ടിഷ്യൂവിൽ തന്നെ വരുന്ന സാരിയാണ്. ഗോൾഡൻ ടിഷ്യൂവിൽ ഇതേപോലെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന സാരി. എൻ്റെ മടക്കൊരു പ്രത്യേക രീതിയിലല്ലേ. ഇങ്ങനെയാണ് സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? ഇതിൻ്റെ റേറ്റ് 1490. ബോഡിയിലും മുന്താണിയിലും ഇതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് വരും. എന്നിട്ട് 2 സൈഡും ഇതേപോലെ. മുന്താണിയിൽ മാത്രമല്ല കേട്ടോ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബ്ലോക്ക് പ്രിൻ്റ് വരുന്നുണ്ട്. ഉള്ളിലേക്ക് വരുമ്പോഴും വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ബ്ലോക്ക് പ്രിൻ്റ് വരുന്നത്. ബോഡിയിലും ഇതുപോലെ വിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലോക്ക് പ്രിൻ്റ് വരും. ഇതാണ് മുന്താണി. ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആണ്. അതിനും നമുക്ക് ഈ ഒരു ബ്ലൗസ് മാച്ചായിപ്പോൾ. ഇനി സെയിം ബ്ലൗസ് ഉണ്ട് ഇതിനകത്ത്, വിത്ത് ബ്ലൗസ് ഉണ്ട്. ഇനി അതുകൂടാതെ നമുക്ക് കോൺട്രാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വിത്ത് ബ്ലൗസ് ഇതിനകത്ത് പ്ലെയിൻ ആയിട്ടുള്ള വിത്ത് ബ്ലൗസാണ് വന്നേക്കണത്. അപ്പോൾ നമുക്ക് കോൺട്രാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് പെയർ ചെയ്യാം ഇതിൻ്റെ കൂടെ. ഇങ്ങനെ വരും. അടുത്തത് വരുന്നതും ഗ്രീൻ ആൻഡ് സിൽവർ കോമ്പിനേഷൻ. അതിനകത്ത് ഗ്രീനിൻ്റെ വേറെ ഓക്കെ.
ഗ്രീൻ ആൻഡ് സിൽവർ. ഇത് കോട്ടൺ ആണ്, ഇതിൻ്റെ സാരി കോട്ടൺ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 590. കോട്ടൺ സാരിയാണ് കേട്ടോ, ടിഷ്യൂ അല്ല, കോട്ടൺ ആണ്. അടുത്തത് വരുന്നത് സിൽവർ ടിഷ്യൂ അല്ല, സിൽവർ അല്ല, റോസ് ഗോൾഡ് ടിഷ്യൂ അല്ലേ, സിൽവർ അല്ല, റോസ് ഗോൾഡ് ടിഷ്യൂ. അതും ഗ്രീനാണ് അതിൻ്റെ ബോർഡർ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1190. ബ്ലൗസ് വേണമെങ്കിൽ നമുക്കിതിങ്ങനെ പെയർ ചെയ്യാം. ഇതിനകത്ത് വേറെ ബ്ലോക്ക് പ്രിൻ്റ് ഒന്നുമില്ല, കര മാത്രമേ പോയിട്ടുള്ളൂ. അടുത്തത് വരുന്നത് നമുക്ക് ടിഷ്യൂവിൽ തന്നെ ഇങ്ങനെ കണിക്കൊന്നയുടെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിരിക്കുന്ന സാരി. ഇതിൻ്റെ റേറ്റ് വരുന്ന 1480. അതിന് ബ്ലൗസ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇതേപോലെ ഗ്രീനിൽ സ്ലീവിൽ ഇങ്ങനെ കണിക്കൊന്നയുടെ ഡിസൈൻ വരുന്ന ബ്ലൗസ്. ഇതുണ്ട്, ഇതിൻ്റെ 2 സൈഡിലും ഇതേപോലെ ബോർഡർ സാരിയിൽ ഇതേപോലെ വരും. ഗോൾഡൻ ടിഷ്യൂവിൽ വന്നിരിക്കുന്ന സാരി, അതിനകത്ത് കണിക്കൊന്ന ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ബ്ലൗസ് അതേപോലെ തന്നെ വന്നിരിക്കുന്ന കോട്ടൺ സിൽക്കിൽ വന്നിരിക്കുന്ന ബ്ലൗസ്. അടുത്തത് വരുന്നത് ഒരു മയിൽപ്പീലിയുടെ ഡിസൈൻ, സിൽവർ ടിഷ്യൂ, ഒരു സഫയർ ഗ്രീൻ ടോണിലാണ്. അതിനകത്ത് മയിൽപ്പീലിയുടെ ഗ്രേ ആൻഡ് സഫയർ ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1380. സിൽവർ ടിഷ്യൂ. ഇതൊക്കെ നല്ല സോഫ്റ്റ് ടിഷ്യൂ മെറ്റീരിയലാണ് കേട്ടോ, ഉടുക്കാൻ നല്ല കംഫർട്ടബിളായിട്ടുള്ള മെറ്റീരിയൽ. അടുത്തത് വരുന്നത് ഗോൾഡൻ ടിഷ്യൂവിൽ ഒരു ഓറഞ്ച് റെഡ് കോമ്പിനേഷനിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന, അതേപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡിലും വന്നിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂവിൽ ഇതേപോലെ ഓറഞ്ച് റെഡ് കോമ്പിനേഷനും ഗോൾഡനും കൂടെയുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1480. ഇപ്പോഴാട്ടോ കറക്റ്റ് കളറ്. ഇതിനകത്തൊക്കെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ്. ഞാൻ ഈ കാണിക്കുന്ന എല്ലാ സാരിയിലും വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ്. അടുത്തത് വരുന്നതും ഗോൾഡൻ ടിഷ്യൂവിൽ നമുക്ക് ബ്ലാക്ക് ആണ് വരുന്നത്. ബ്ലാക്ക് ആദ്യം കാണിച്ച ഗ്രീൻ കാണിച്ചായിരുന്നല്ലോ, ഇവിടുത്തുണ്ട്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1490. ബ്ലാക്ക് ഇതേപോലെ ബ്ലാക്കിൽ നമുക്ക് അതിന് സ്യൂട്ടാവുന്ന ബ്ലൗസും ഉണ്ട്. സാരിയിൽ നമുക്ക് ഓൾറെഡി വിത്ത് ബ്ലൗസ് ഉണ്ട്. അതുകൂടാതെ അഡീഷണൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ എടുക്കാം. അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, പോൾക്ക ഡോട്ട്സിൻ്റെ ബ്ലോക്ക് പ്രിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1050. കോട്ടൺ ആണ് സാരി. ഒരു ഡിഫറെൻ്റ്, ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. അടുത്തത് വരുന്നതും അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ഗോൾഡനിൽ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുള്ള സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1080. കോട്ടൺ ആണ് സാരി വന്നിരിക്കുന്നത്. കോട്ടൺ സാരിയിൽ ഇതേപോലെ ഇത് മുന്താണി, താഴേക്ക് വരുമ്പോൾ ഇതേപോലെ വരും. ആ ബ്ലൗസ് ഈ ബ്ലാക്ക് മറ്റത് അത് ഇതിനകത്തത് വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഈ ബ്ലൗസ് പെയർ ചെയ്യാം.
ഇതെല്ലാം കോട്ടണിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് കേട്ടോ. അടുത്തത് വന്നിരിക്കുന്നത് ഇതേപോലെ എംബ്രോയിഡറി ആണ്. ഗോൾഡൻ ആൻഡ് പർപ്പിൾ ഷെയ്ഡിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി. ഇങ്ങനെ വരും. ബോഡിയിലേക്ക് വരുമ്പോഴും ആ ഒരു വർക്ക് വരുന്നുണ്ട്. 1080 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. ഇത് ഇതതിന് മാച്ചാവില്ല. ഇത് 1 ടോൺ ലൈറ്ററാണ്. അത് ഇല്ല, അത് കാണിച്ച്, അത് കാണിച്ച്. ഇത് പിന്നെ ഇത് കുഴപ്പമില്ല. മറ്റത് ലൈറ്റർ ടോണാണ്. ഇത് കറക്റ്റാണ് അല്ലേ? ഇത് നല്ലതാണ്. അത് പറ്റില്ല. അടുത്തത് വരുന്നത് റെഡ്, ഗോൾഡൻ ടിഷ്യൂല് റെഡ് 1490. അല്ലേ? ആദ്യം കാണിച്ച ആ ഒരു കളർ തന്നെ, ആ ഒരു പാറ്റേൺ തന്നെ. ഭയങ്കര ബ്രൈറ്റ് റെഡ് അല്ല, നല്ലൊരു. അതിന് നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലൗസും പെയർ ചെയ്യാം. ഇങ്ങനെ ആദ്യം കാണിച്ച അതേ പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇതും. ഇതിൻ്റെ ഇങ്ങനെ ബോഡിയിലേക്ക് വരുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഗോൾഡൻ ടിഷ്യൂ ആണ് സാരി വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഉള്ളിലേക്ക് വരുമ്പോഴും ഇതുപോലെ വരുന്നുണ്ട്. ഇങ്ങനെ ബ്ലൗസും പെയർ ചെയ്യാം. അടുത്തത് വരുന്നത് നമുക്ക് ആ ഒരു പീക്കോക്കിൻ്റെ ഫെദർ, ആ ഒരു പാറ്റേൺ. ഇത് കണ്ടോ, ഒരു പിങ്കാണ്, ഗ്രേ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലാണ് അത് വന്നിരിക്കുന്നത്. ഗ്രേ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ. 2 ബോർഡേഴ്സും ഇങ്ങനെ വരും. അതിന് പിങ്കിൽ വന്നിരിക്കുന്ന ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ അതിൻ്റെ കൂടെ. അടുത്ത് വന്നിരിക്കുന്ന അതിൻ്റെ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ ഒരു പർപ്പിൾ ടോൺ. ഇതേപോലെ ബ്ലോക്ക് പ്രിൻ്റാണ് ഇതിനകത്തൊക്കെ വന്നിരിക്കുന്നത്. ഗോൾഡൻ ടിഷ്യൂലാണ് സാരി വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ഇങ്ങനെ ഈ ബ്ലൗസ് അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. അടുത്തത് വരുന്നത് ബ്ലൂ. നമുക്ക് എംബ്രോയിഡറി വർക്കിൻ്റെ ബ്ലൂ ആണ്. പോൾക്ക ഡോട്ട്സ് ഡിസൈനിൽ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഗോൾഡൻ ആൻഡ് ബ്ലൂ 1080 ഇതിൻ്റെ റേറ്റ് വരുന്നത്. സാരി കോട്ടണിൽ വന്നിരിക്കുന്ന സാരി. അതിന് നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലൗസ് അതിൻ്റെ കൂടെ പെയർ ചെയ്യാം. 1080. അടുത്തത് വന്നിരിക്കുന്നത് നമുക്ക് കോട്ടണിൽ ജസ്റ്റ് കര മാത്രമുള്ള നമ്മുടെ നോർമൽ സാരിയില്ലേ, ഇതിൻ്റെ റേറ്റ് വരുന്നത് 850. നല്ല വീതിയിലുള്ള ബോർഡർ വന്നിട്ട്. ഇതിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഈ മെറൂൺ ബ്ലൗസ് പെയർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ഇങ്ങനെ പെയർ ചെയ്യാം, ഈ മെറൂൺ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടിഷ്യൂ ബ്ലെൻഡായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ടൈപ്പ്. ഇതൊരു പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ ഒരു ടോണാണ്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പിങ്ക്, ഇങ്ങനെ പിങ്ക്, ഇത് നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആയിരിക്കും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിങ്ങനെ പെയർ ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 850. അതേപോലെ തന്നെ ഒരു അതും ഈ സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോർഡറിന് കുറച്ചും കൂടെ വീതി കുറവാണ് കേട്ടോ ആദ്യത്തേനേക്കാളും.
ഇത് കുറച്ചുകൂടെ ബോർഡർ വീതി കുറവാണ്. ഇതിന് നമുക്ക് ആദ്യം കാണിച്ച അതേ ബ്ലൗസുകളൊക്കെ തന്നെ വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. ഇത് മെറൂൺ പെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇനി പിങ്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പെയർ ചെയ്യാം. ഇതൊക്കെ നല്ല രസമായിരിക്കും, ഒരു വെറൈറ്റി ഉണ്ടാവും. ഇത് പെയർ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സെറ്റ് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.